ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മേൻ്റെ തറവാട്ട് അമ്പലത്തിലാണ് കേട്ടോ. പാലക്കാടുള്ള മനുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പുല്ലുണിക്കാവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളെ നാട്ടിലുണ്ട് പുല്ലുണിക്കാവ്, അത് സെയിം പുല്ലുണിക്കാവ് തന്നെയാണ് ഇത് കേട്ടോ. അവിടുത്തെ ദേവി തന്നെയാണ് ഇവിടെ ഉള്ളത്. എൻ്റെ അമ്മ ശരിക്കും ഒരു പാലക്കാട്ടുകാരിയാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അമ്മേൻ്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ ഇവിടെയുള്ളത്. അമ്മേൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേ ആയിട്ടാ. അമ്മ വരാറുണ്ട്, ഞങ്ങൾക്ക് പിന്നെ ഒഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വരാറില്ല കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ പോണത് കോയമ്പത്തൂരാണ് കേട്ടോ. അച്ഛൻ കോയമ്പത്തൂർ വർക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അച്ഛനിപ്പം ഒരു സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഇതിൽ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ കോയമ്പത്തൂർക്ക് പോകണോണ്ട് ഇവിടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല കേട്ടോ. ഈ ഒരു തുള്ളി കളിക്കണത് കുഞ്ഞിപ്പുഴുവിനെ കണ്ടപ്പോൾ വെറുതെ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ വീട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയാണ് കോയമ്പത്തൂർ പോകുമ്പോൾ നിൽക്കാറ്. അങ്ങനെ അവിടെ നിന്ന് ഒന്ന് ഫ്രഷപ്പായിട്ട് ആദിയോഗിക്ക് വിട്ടു കേട്ടോ. പോണ വഴിക്ക് ഞങ്ങൾ കുറേ അമ്പലങ്ങൾ കണ്ടു കേട്ടോ. തമിഴ്നാട്ടിലത്തെ അമ്പലങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അങ്ങനെയാണ്, ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവരുടെ ആ ഒരു അമ്പലം പണിത സ്റ്റൈല് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണല്ലോ തമിഴ്നാട്ടിലത്തെ അമ്പലങ്ങളിൽ. ഇവിടേക്ക് ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ. കഴിഞ്ഞ ഇതിൽ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദിയോഗിയിൽ. എത്ര വന്നാലും നമുക്ക് മതിയാവാത്തൊരു പ്ലേസാണ് ആദിയോഗി പറഞ്ഞത്. ഇവിടെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരേണ്ട ഒരു പ്ലേസ് കൂടിയാണ് ആദിയോഗി ഇഷായോഗ. ഇവിടെ ഈ ഒരു സ്റ്റാച്യു മാത്രമല്ല ഉള്ളത്. എല്ലാവരുടെയും വിചാരം എന്നുവെച്ചാൽ ആദിയോഗിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാത്തവരുടെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ആദിയോഗി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാച്യു മാത്രമാണെന്നാണ്. പക്ഷേ ഇത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് മൊബൈലൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഒന്നും. അതിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് യോഗ ചെയ്യുന്ന ഇതും പിന്നെ കുറേ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കുറേ നടക്കാനുള്ള കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര ഒരു ഇതായി പോവും, ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഈ ഒരു വലിയ ശിവപ്രതിമ മാത്രമല്ല, അവിടെയും കൂടി പോയിട്ട് നമ്മൾ ആ ഒരു ഇത് തിരിച്ചറിയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് ഇവിടുന്ന് കാളവണ്ടിയിലാണ് കണ്ടു പോയത്. കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളതുകൊണ്ട് അച്ഛന് കുറേ അങ്ങോട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാളവണ്ടി പോയി. എന്നിട്ട് അവിടെയൊക്കെ പോയി വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയ അന്നാണ് ആദിയോഗി പോയത്. പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അച്ഛനൊക്കെ KRൽ പോയത്, KR ബേക്കറിയിൽ പോയിട്ട് അച്ഛൻ്റെ റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വന്നു. പിന്നെ ബാലേട്ടൻ്റെ വീട്ടിൽ പോയി അവിടെ കുട്ടികളൊക്കെ കണ്ടു. അച്ഛൻ അവിടുത്തെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകലൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര കാര്യമാണ് അച്ഛനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അച്ഛനോട് വേഗം തിരിച്ചു വരാൻ പറഞ്ഞിട്ടൊക്കെ റെഡി ആയതിൻ്റെ ശേഷം വേഗം തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. അച്ഛൻ അങ്ങനെയാണ്, കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് നല്ല എല്ലാവരോടും നല്ല അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഞങ്ങളിത് പോവാൻ റെഡിയായി, ഫുഡൊക്കെ കഴിച്ചു. അലമോളിത് അവിടെ ക്ലീൻ ചെയ്യാണ്. ഏതായാലും വന്നതല്ലേ, അപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടേ. അലമോള് ചൂല് കിട്ടിയ വിട്ടിട്ട് അലമോള് ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ശരി, ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്.